കൊറിയയിലെ വൈറലായിട്ടുള്ള 18 സ്റ്റെപ്പുള്ള ഒരു ഹെഡ് സ്പാ ചെയ്യാൻ വന്നതാണ് നമ്മുടെ ഹെയർ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ സലൂണിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയൊക്കെ ഇതിന്റെ സ്റ്റെപ്സും കാര്യങ്ങളും റിസൾട്ടും ഒക്കെ. ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നതിന് മുന്നേ ഇടാനുള്ള ഡ്രസ്സൊക്കെ അവിടുത്തെ സ്റ്റാഫ് നമുക്ക് കൊണ്ടു തന്നു കേട്ടോ. അപ്പം നമ്മളത് ഫസ്റ്റ് അത് ഇടണം. നമ്മൾ വന്നത് സാൻബോൺ എന്ന് പറഞ്ഞുള്ള സ്റ്റേഷൻ്റെ അടുത്തുള്ള പാർക്ക് ജുൻ ബ്യൂട്ടി ലാബിലാട്ടോ. നല്ല ട്രീറ്റ്മെൻറ്റ് ആട്ടോ അവർ നമുക്ക് തരുന്നത്. അവർ നമുക്ക് കുറേ സ്നാക്സ് ഒക്കെ കൊണ്ടു തന്നു. ഇവിടുത്തെ ട്രഡീഷണൽ സ്നാക്സും അങ്ങനത്തെ കുറേ കേക്ക്സ് ഒക്കെ കൊണ്ടു തന്നിട്ടാണ് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ലൊരു സലൂണാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുള്ളൂ. അപ്പം അതിനുള്ള അവർ നമ്മളെ കൊണ്ടിരുത്തി സ്ഥലമൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് പുതിയ ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച് തന്നു. അപ്പോൾ ഇനി നമ്മൾ ഇവിടെ ഭയങ്കര അത്യാവശ്യം ആൾക്കാർ വരുന്ന ഒരു സലൂണാണ്. നല്ല തിരക്കുണ്ട് അപ്പുറത്തൊക്കെ. ആദ്യം തന്നെ അവർ നമ്മുടെ സ്കാൽപ്പ് എക്സാമിൻ ചെയ്യും കേട്ടോ. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഇവരുടെ കയ്യിൽ നല്ല നൂതന ഉപകരണങ്ങളും ഉണ്ട് കേട്ടോ. അപ്പം തന്നെ മനസ്സിലായി നമ്മുടെ മുടിയുടെ അവസ്ഥ ഇത്തിരി പരിതാപകരമാണെന്ന്. സ്കാൽപ്പൊക്കെ നല്ല ഡ്രൈ ആയിരുന്നു. പിന്നെ നല്ല ഓയിൽ പ്രൊഡക്ഷനും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ സ്പാ തുടങ്ങി കേട്ടോ. ഇത് സ്കാൽപ്പ് ഡിസിൻഫെക്ഷൻ ആണ്. അതിനുശേഷം ഒരു അരോമാറ്റിക് ആയിട്ടുള്ള ഒരു ഓയിൽ നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കും കേട്ടോ. ഒരുപാട് ബെനഫിറ്റ്സ് ഉള്ള ഒരു ഓയിലാട്ടോ ഇവർ ചെയ്യുന്നത്. 5 ഓയിൽ മിക്സ് ചെയ്തിട്ടാണ് ഈ ഓയിൽ ഫുള്ള് വരുന്നത് കേട്ടോ. ലാവൻഡറും റോസ്മേരിയും സിപ്രസും സിഡാർവുഡും അങ്ങനെയുള്ളതൊക്കെ മിക്സ് ചെയ്തുകൊണ്ട് തന്നെ നല്ല ബെനഫിറ്റ്സും ഉണ്ട് കേട്ടോ ഇതിന്. ഈ സ്റ്റെപ്പിൻ്റെ പേരാണ് ഗാൽവനിക് സീലിംഗ് ബ്രഷ്. നമ്മൾ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുള്ള നമ്മുടെ അരോമാറ്റിക് ഓയിൽ നന്നായിട്ട് നമ്മുടെ സ്കാൽപ്പിലേക്ക് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ടാട്ടോ ഇത് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും അതുപോലെ നല്ല എന്താ പറയുക ഹൈഡ്രേറ്റഡ് ആവാനും ഒക്കെ ഈ സ്റ്റെപ്പ് നമ്മളെ സഹായിക്കും. ഈ ബ്ലൂ LED ലൈറ്റ് നമ്മുടെ സ്കാൽപ്പിനെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഒരു ടെൻഷനൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും കേട്ടോ. സ്ട്രെസ്സൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും. നല്ല രസമുണ്ട് കേട്ടോ. ഇത് ഭയങ്കര നമുക്ക് സ്ലീപ്പി ഫീലാണ്. നന്നായിട്ട് ഉറങ്ങാൻ തോന്നുന്നു. നല്ല റിലാക്സിങ് ആണ്. പിന്നെ എടുത്തു പറയേണ്ടത് ഇവരുടെ കസ്റ്റമർ സർവീസ് തന്നെയാണ്. നല്ല കസ്റ്റമർ സർവീസ് ആയിരുന്നു. വളരെ ജെന്റിലായിട്ടാണ് അവർ ഓരോ സ്റ്റെപ്പും ചെയ്യുന്നത്. ഈ സ്പ്രേ ചെയ്യുന്നത് 89% മിൻറ്റുള്ളൊരു എക്സ്ട്രാക്റ്റ് ആണ് കേട്ടോ. ഇതിലൊരുപാട് ഫ്രൂട്ടിൻ്റെ ആസിഡ്സ് ഒക്കെ ഉണ്ട്. ഇത് നമ്മുടെ സ്കാൽപ്പിന് നല്ലതാണ്. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ആണ്. പിന്നെ സ്കാൽപ്പിൽ എന്തെങ്കിലും ഇൻഫ്ലമേഷനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകും. പിന്നെ നന്നായിട്ട് നമ്മുടെ സ്കാൽപ്പിനെ നല്ല ജെന്റിലായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്കൊരു നല്ല ഹെൽത്തി സ്കാൽപ്പ് കിട്ടും കേട്ടോ ഇതൊക്കെ കഴിയുമ്പോഴേക്കും. നല്ല ഫീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തണുപ്പായിരുന്നു കേട്ടോ ഇതിങ്ങനെ അപ്ലൈ ചെയ്യുമ്പം. പിന്നെ നമുക്ക് പൊതുവെ നമ്മുടെ മുടിയിലൊക്കെ ആരെങ്കിലും ഇങ്ങനെ തഴുകുമ്പോഴൊക്കെ ഇഷ്ടമാവുമല്ലോ. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഹെയറിൽ ഒരു പാക്ക് ഇടും കേട്ടോ. കാസിയ ഹെർബിൻ്റെ പാക്കാണ് അവരിടുന്നത്. ഇതെന്ന് വെച്ചാൽ നല്ല ആൻറ്റി ഓക്സിഡൻസും അതുപോലെ തന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസും ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസും ഒക്കെ ഉള്ളൊരു പാക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കാൽപ്പ് നന്നായിട്ട് ഇമ്പ്രൂവ് ആവുന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. പിന്നെ ഈ പ്രോസസ്സ് എന്ന് പറയുന്നത് അത്യാവശ്യം ടൈം കൺസ്യൂമിങ് ആണ്. അവരത് അത്യാവശ്യം നല്ല സമയം എടുത്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. നല്ല പെർഫെക്ഷൻ്റെ ആൾക്കാരാണ് പൊതുവെ കൊറിയക്കാർ. അതുകൊണ്ട് തന്നെ ചെയ്യുന്ന ഓരോ സ്റ്റെപ്പും അവരത്രയും കെയർഫുള്ളായിട്ടാണ് ചെയ്യണേ. നല്ല രസമുണ്ട് കേട്ടോ. സൂപ്പറാണ്. നല്ല കൂളിംഗ് ഫീല്. തലയൊക്കെ നല്ല തണുത്തിരിക്കുന്നു. നമ്മൾ തലയിൽ നെല്ലിക്ക് തളം വെക്കാന്ന് പറയില്ല, അതുപോലെ ഉണ്ട് തോന്നുന്നു. നല്ല സുഖമുണ്ട്. നമുക്ക് ഭയങ്കര കാമിങ് ആൻഡ് റിലാക്സിങ് ആണ്. എല്ലാവരും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു എന്താ പറയുക, നമുക്കിങ്ങനെ കുറേ സ്ട്രെസ്സൊക്കെ ഇരിക്കുമ്പോഴൊക്കെ ചെയ്യാൻ പറ്റിയ ട്രീറ്റ്മെൻറ്റാണ്. നമ്മുടെ മുടി നന്നാവും, നമ്മുടെ മൈൻഡ് നന്നാവും. പിന്നെ അടുത്ത സ്റ്റെപ്പ് തുടങ്ങുകയാണ്. ഇതാണ് നമ്മുടെ പുകയ്ക്കുന്ന സ്റ്റെപ്പ്. തമാശ പറഞ്ഞതാണ് കേട്ടോ. ഈ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മുടിയിലേക്ക് ഈ സ്റ്റീം മിസ്റ്റ് ഇങ്ങനെ പുറപ്പെടുവിക്കുന്നതാണ് കേട്ടോ. ഓൾമോസ്റ്റ് ഒരു 20 മിനിറ്റോളം ഈ പ്രോസസ്സ് അവർ കണ്ടിന്യൂ ചെയ്തു കേട്ടോ. ഈ സമയത്ത് നല്ല റിലാക്സിങ് ആണ്. പുറകിൽ നിറയെ പുകയാണെങ്കിലും നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിങ്ങനെ സുഖമായിട്ട് കാമായിട്ടിരിക്കാം. ഈ സ്റ്റെപ്പ് തെറാപ്യൂട്ടിക് സ്റ്റീം മിസ്റ്റ് എന്ന് പറഞ്ഞ സ്റ്റെപ്പാണ്. ഇവർ നന്നായിട്ട് സ്റ്റീം മിസ്റ്റ് പോലെ നമ്മുടെ ഹെഡ് നന്നായിട്ട്. അപ്പോൾ നമ്മളുടെ ഫെർദർ സ്റ്റെപ്സിനൊക്കെ ഇത് എൻഹാൻസ് ചെയ്യും, ട്രീറ്റ്മെൻറ്റിൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ. പക്ഷെ കാണുമ്പോൾ ഇങ്ങനെ നല്ല രസമുണ്ട് കേട്ടോ. കുറെ പുകയ്ക്കുന്നു.
അപ്പോൾ ഇവർ നമുക്ക് ഒരു കോംപ്ലിമെൻ്ററി ഡ്രിങ്കൊക്കെ തന്നിട്ടുണ്ടോ, സ്റ്റാർബക്സിലെ നല്ലൊരു ഡ്രിങ്കൊക്കെ നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. അപ്പോൾ അവരത് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇത് കുറച്ച് നേരം ഉണ്ട് തോന്നുന്നു. ഇത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. ഇതിപ്പോൾ 6ാമത്തെ സ്റ്റെപ്പായിട്ടുള്ളൂ കേട്ടോ. നമുക്ക് ഭയങ്കര നല്ല ട്രീറ്റ്മെൻ്റ് ആണ് കേട്ടോ ഇവിടെ. അവരുടെ സ്റ്റാഫൊക്കെ ആണെങ്കിലും നമ്മളടുത്ത് ഭയങ്കര വെൽക്കമിങ് ആയിട്ടാണ് പെരുമാറിയത്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ അറിയാം. അതുകൊണ്ട് നമുക്ക് ഈസിയുമാണ് ഇവരായിട്ട് സംസാരിക്കാനും കാര്യങ്ങളൊക്കെ. ഇനിയുള്ളത് നമ്മുടെ 7ാമത്തെ സ്റ്റെപ്പാണ്. ഒരു ഹെയർ സിറം വെച്ചിട്ട് അവർ ആദ്യം നമ്മുടെ ഹെയർ നന്നായിട്ട് പുരട്ടും. പിന്നെ നമ്മുടെ നെക്കിൻ്റെ പോർഷനിൽ അവർ വേറൊരു ഓയിലും കൂടി ഇങ്ങനെ തേക്കും കേട്ടോ. ഇനി വരുന്നതാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്റ്റെപ്പുകളിലൊന്ന്. ഇതെന്ന് പറയുന്നത് നമ്മുടെ നെക്ക് മസിൽസിനെ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊരു സക്ഷൻ മെഷീൻ വെച്ചിട്ടാണ് കേട്ടോ അവരിങ്ങനെ നന്നായിട്ട് മസാജ് ചെയ്യണത്. ഒരു പ്രത്യേക ഫീൽ തന്നെയായിരുന്നു. നമുക്ക് ഭയങ്കര എന്താ പറയുക, കാമായിട്ടും റിലാക്സ്ഡ് ആയിട്ടും ഫീൽ ചെയ്യുമായിരുന്നു. അതിനൊക്കെ ശേഷം ഒരു ഹോട്ട് ടവൽ വെച്ചിട്ട് നമ്മുടെ നെക്ക് പോർഷനിൽ വെക്കും. നല്ല റിലാക്സിങ് ആണ് കേട്ടോ ഈ സ്റ്റെപ്പ്. നമ്മളിങ്ങനെ നാട്ടിലൊക്കെ ചൂടൊക്കെ പിടിക്കണ പോലെയായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അടുത്തതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പ്. നമ്മുടെ ഹെയർ നറിഷിങ് ഷാമ്പൂ വെച്ചിട്ട് മുടി മൊത്തം തേച്ച് പിടിപ്പിക്കുന്നതാണ് കേട്ടോ അടുത്ത സ്റ്റെപ്പ്. ഈ ഷാമ്പൂവിൽ ബയോട്ടിനും മെന്തോളും പാന്തനോളും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് മുടി ഗ്രോ ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ നമ്മുടെ സ്കാൽപ്പിന് മുഴുവനായിട്ടും ഡെഡ് സ്കിന്നിനൊക്കെ റിമൂവ് ചെയ്യാനും ഒക്കെ ഇത് നല്ലതാട്ടോ. പൊതുവേ ഞാനിവിടെ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, ഇവർ കൂടുതലും മെഷീൻസാണ് ഉപയോഗിക്കുന്നത്. മിക്ക പ്രൊസീജിയേഴ്സിനും ഇവർക്ക് ഇവരുടേതായ ഓട്ടോമാറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ഷാമ്പു പോലും ചെയ്യുന്നത് ഒരു ഇൻസ്ട്രുമെൻ്റ് തന്നെയാണ്. അത് പിന്നെ ഒരു അത്ഭുതമുള്ള കാര്യമൊന്നുമല്ല. ഇത് കൊറിയാണല്ലോ. ബ്യൂട്ടിക്ക് എന്തോരം ഇമ്പോർട്ടൻസ് ഇവർ കൊടുക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. പിന്നെ ഈ ഫീൽഡിൽ ഇവിടെ നല്ല കോമ്പറ്റീഷനുമാണ്. അതുകൊണ്ട് തന്നെ ഓരോ സലൂണുകളിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഓട്ടോമാറ്റിക് മെത്തേഡുകൾ ഉണ്ടാവും. അപ്പോഴേക്കും അടുത്ത സ്റ്റെപ്പ് തുടങ്ങി. ഇതാണ് വൈസ്റ്റിക് ട്രീറ്റ്മെൻറ്റ്. ഇതെന്ന് പറയണത് ഇവരിങ്ങനെ നന്നായിട്ട് ഇത് വെച്ച് തല കൊണ്ട് നന്നായിട്ട് മസാജ് ചെയ്യും. ഈ സ്റ്റിക്ക് കൊണ്ട് ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ സ്കാൽപ്പിലുള്ള എല്ലാ തരത്തിലുള്ള മെറ്റൽ കണ്ടാമിനൻസിന് ഇത് റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മുടെ മുടിയൊക്കെ നന്നായിട്ട് പതപ്പിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. അതെന്ന് പറഞ്ഞാൽ മുടി വാഷ് ചെയ്യുന്നതാണേ. അടുത്ത് നമ്മുടെ ഷാമ്പു വാഷിംഗ് ആണ്. അത് വാഷ് ചെയ്തിട്ടുള്ള പ്രൊസീജിയറാണ് അടുത്തത്. ഈ പ്രൊസീജിയർ ചെയ്യുന്നത് ഈ സുന്ദരിക്കുട്ടിയാണ്. ആൾ നന്നായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യണം. നമുക്ക് ആദ്യമേ 2 ബെഡ്ഷീറ്റ് പോലെ കൊണ്ടുവന്ന് നമ്മുടെ മേലിലൊക്കെ പുതപ്പിച്ചു. പിന്നെ കാല് വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റൂളൊക്കെ വെച്ച് തന്നു. നമ്മൾ എത്രത്തോളം കംഫർട്ടബിൾ ആക്കാമോ അത്രത്തോളം അവർ ശ്രമിക്കും കേട്ടോ. അപ്പോൾ ആ കുട്ടി നമ്മുടെ മുടിയൊക്കെ വാഷ് ചെയ്യാൻ തുടങ്ങി. നല്ല അടിപൊളി ഫീലായിരുന്നു കേട്ടോ. നമ്മൾ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുക, അത്രമാത്രം ചെയ്യേണ്ടതുള്ളൂ. ബാക്കിയൊക്കെ അവർ ചെയ്തോളും. പിന്നെ അവർ നന്നായിട്ട് മുടി വാഷ് ചെയ്യാൻ തുടങ്ങി. നന്നായിട്ട് പതപ്പിച്ച് കുറേ നേരം ഹെഡ് മസാജൊക്കെ ചെയ്ത് ആണ് അവർ ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അടിപൊളി ഫീലായിരുന്നു കേട്ടോ ഇത് ചെയ്യുന്ന സമയത്തൊക്കെ. അവർ നന്നായിട്ട് കെയർ ചെയ്യുന്നതാണ് എനിക്ക് ഭയങ്കര സന്തോഷമായതും. എനിക്കതുകൊണ്ടൊരു അവിടെ കിടക്കുമ്പോഴും നമുക്ക് വേറെ ടെൻഷനൊന്നുമില്ല. കാരണം ഇവരെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അവർ പെർഫെക്റ്റ് ആയിട്ട് ആ കാര്യങ്ങൾ ചെയ്യുന്നുള്ളത് കൊണ്ട് നമുക്കൊരു വിശ്വാസമാണ് ഏത് ഷോപ്പിൽ പോയാലും.
അങ്ങനെ നമ്മുടെ വാഷിൻ്റെ ഫൈനൽ സ്റ്റേജ് ആവാറായി. നന്നായിട്ട് പതപ്പിക്കുക മാത്രമല്ല, നന്നായിട്ട് മസാജ് ചെയ്ത് നല്ലോണം നമുക്ക് കാമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഇവർ തരുന്നുണ്ടായിരുന്നു. ഇനി നമ്മുടെ ഈ മുടിയിൽ തേച്ച് പിടിപ്പിച്ച എല്ലാ പതയും എല്ലാ ഷാമ്പൂ എല്ലാം അവർ വാഷ് ചെയ്ത് മൊത്തത്തിൽ കളയാണ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ടാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടും എനിക്ക് ഭയങ്കര കാണാനും അതുപോലെ അനുഭവിക്കാനും ഇഷ്ടപ്പെട്ട ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നത്. ഈ സ്റ്റെപ്പിന് ഇവർ മസിൽ ഷാമ്പൂ എന്നാട്ടോ പറയുക. നന്നായിട്ട് നമ്മളുടെ മസിലൊക്കെ ഒന്ന് റിലാക്സ്ഡ് ആവാനും അതുപോലെ ബ്ലഡ് സർക്കുലേഷൻ കൂടാനും പിന്നെ നമ്മുടെ സ്കാൽപ്പ് നന്നായിട്ട് ഡെഡ് സ്കിന്നും എല്ലാം റിമൂവ് ആവാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പം നമ്മുടെ ദോഹി സ്പായുടെ സ്റ്റെപ്പ് ഇവിടുത്തെ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ഇതൊരു 15-20 മിനിറ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ തലയിലേക്ക് ഇങ്ങനെ വാട്ടർ ഇവർ സ്പ്രെഡ് ചെയ്യുന്നതാണ് കേട്ടോ ഇത്. കാണുമ്പോൾ ഇത്തിരി ഫാൻസി ആണെങ്കിലും ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. ശേഷം അവരുടെ നമ്മുടെ കണ്ണിൽ ഇങ്ങനെ ഒരു പാച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഹോട്ട് ടവൽ പോലെ ഒരു പാക്കും നമ്മളുടെ ഐയുടെ പോർഷനിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ചൂടുള്ളതായതുകൊണ്ട് തന്നെ നല്ല എന്താ പറയുക കാമിങ് എഫക്റ്റ് ആയിരുന്നു. പിന്നെ അവർ റൂമിലെ ലൈറ്റൊക്കെ ഓഫാക്കി കേട്ടോ. പിന്നെ നമ്മൾക്ക് ഫുള്ള് നമ്മളിങ്ങനെ എന്താ പറയുക ഭയങ്കര റിലാക്സിങ് എക്സ്പീരിയൻസിൽ ഇങ്ങനെ കുറച്ച് നേരം ഒരു 10-20 മിനിറ്റ് കിടക്കുമായിരുന്നു ഈ സ്റ്റെപ്പ്. നല്ല രസമുണ്ട്, നല്ല റിലാക്സിങ് ആണ്, അല്ലെങ്കിൽ കാമിങ് ആണ്, ഉറക്കം വരുന്നത്. ആരും ഇങ്ങനെ തലോടുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യണം ഈ വെള്ളം വന്ന് വീഴുമ്പോൾ. അമ്മേ, അങ്ങനെ നീണ്ട 20 മിനിറ്റിന് ശേഷം വീണ്ടും അവർ തിരിച്ചു വന്നു. ശേഷം നമ്മുടെ മുഖമൊക്കെ അവർ തുടയ്ക്കുക കേട്ടോ. ആദ്യം തന്നെ ടവൽ ഉപയോഗിച്ച് നമ്മുടെ മുഖമൊക്കെ തുടച്ചു. അതിനുശേഷം അവരൊരു ക്രീം പോലുള്ള ഒരു സാധനം നമ്മുടെ സ്കാൽപ്പിൽ വീണ്ടും തേച്ച് പിടിപ്പിക്കുകയായിരുന്നേ. അതിനുശേഷം നന്നായിട്ട് നെക്കിലൊരു മസാജൊക്കെ ചെയ്തു. ഒരു കംപ്ലീറ്റ് റിലാക്സേഷൻ പാക്കേജ് ആയിരുന്നു കേട്ടോ ഇത്. നല്ല രസമാണ്. നമുക്കെന്താ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇരിക്കാം. വാഷ് ചെയ്യണതിനൊക്കെ മുന്നേ ചൂടൊക്കെ ഓക്കെ ആണോ അങ്ങനെ എല്ലാം ഉറപ്പ് വരുത്തിയിട്ടാട്ടോ അവർ നമ്മളെ എന്താ പറയുക അത്രയും കംഫർട്ടബിൾ ആക്കിയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്. പിന്നെ ടവലൊക്കെ എടുത്ത് നന്നായിട്ട് തുടച്ചു തന്നു കേട്ടോ. നാട്ടിൽ നിന്നൊക്കെ വന്ന ശേഷം ഒരുപാട് മിസ് ചെയ്യുന്ന കാര്യമായിരുന്നു മുടിയൊക്കെ ഇങ്ങനെ അമ്മ തുടച്ചു തരുന്നത്. അപ്പം അതുപോലെ തന്നെ അവർ ചെയ്തു തന്നു കേട്ടോ എനിക്ക്. പിന്നെ അതിനുശേഷം വീണ്ടും നമ്മുടെ സ്കാൽപ്പ് അവർ ഡയഗ്നോസ് ചെയ്യാണ്. എന്നിട്ട് നമ്മൾ ആദ്യമേ വരുന്നപ്പോഴത്തുള്ള പിക്ചറും ഇതും കൂടി കമ്പയർ ചെയ്തു. നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ സ്കാൽപ്പിന്. അതിനുശേഷം ഹെയർ ഗ്രോത്ത് ടോണിക് അപ്ലൈ ചെയ്തു. മുടിക്ക് വീണ്ടും ഒരു പുത്തൻ നിറവ് കിട്ടിയ ഫീലായിരുന്നു കേട്ടോ എനിക്ക്. പിന്നെ ഇവർ അത്യാവശ്യം ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകളൊക്കെ നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് തന്നെയാണ്. മുടിയുടെ ഇഴകളൊക്കെ മാറ്റി മാറ്റി എല്ലാ സ്ഥലത്തും ഈ ടോണിക് അവർ സ്പ്രേ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ സ്പ്രേ ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ മെഷീനറി തന്നെയാണ്. ഇവർക്ക് എല്ലാത്തിനുമുള്ള മെഷീൻസ് ഇവരെ കയ്യിലുണ്ട്. എല്ലാം ഫുള്ളി ഓട്ടോമാറ്റിക് ആണ്. ഞാൻ വന്നത് സാൻബോൺ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള PJ സാൻബോൺ എന്ന് പറഞ്ഞ ഇവരുടെ ബ്രാഞ്ചിലാട്ടോ. നല്ല തിരക്കാണ്. ഹെയർ കട്ടിങ്ങിനും ബാക്കി ട്രീറ്റ്മെൻറ്റിനും ഒക്കെ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ഈ സ്റ്റെപ്പിൻ്റെ പേരാണ് ടീ സ്റ്റിക്ക് ഇൻഫ്യൂഷൻ. 17ാമത്തെ സ്റ്റെപ്പാണ് കേട്ടോ ഇത്. നമ്മൾ ഓൾറെഡി നമ്മളെ തലയിൽ അവർ നന്നായിട്ട് ഹെയർ ഗ്രോത്ത് ടോണിക്കൊക്കെ തേച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് അബ്സോർബ് ചെയ്യാനും നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് പിടിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ സ്റ്റെപ്പ്. ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ സ്റ്റൈൽ ചെയ്യുന്നതാണ്. അപ്പോൾ അവരെൻ്റെ അടുത്ത് ആദ്യമേ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനത്തെ സ്റ്റൈലാണ് വേണ്ടതെന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാ പ്രാവശ്യവും പൊതുവെ ഞാൻ കേളാണ് ചെയ്യാറ്. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ അവരുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തത് സ്ട്രൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് മുന്നേ അവർ നന്നായിട്ട് ഹെയറൊക്കെ കട്ട് ചെയ്ത് തന്നു.
ഹെയർ കട്ടിന് ശേഷം അവർ ഹെയർ നന്നായിട്ട് ഡ്രൈ ചെയ്തു. ഇനിയാണ് കേട്ടോ സ്റ്റൈലിങ്. ടോട്ടലി പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ കൊറിയയിലുള്ളവരാണെങ്കിൽ PJ സാൻബോൺ എന്ന് പറഞ്ഞിട്ടുള്ള സാൻബോൺ സ്റ്റേഷൻ എക്സിറ്റ് 3ൻ്റെ അടുത്തുള്ള ഇവരുടെ ഈ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ മതി. നല്ല കസ്റ്റമർ സർവീസാണ്, അതുപോലെ തന്നെ ഇവർ നല്ല ഫ്രണ്ട്ലി ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഫൈനൽ ലുക്ക് ഇഷ്ടമായോ? അപ്പോൾ ഇതുപോലെയുള്ള ബ്യൂട്ടി വ്ലോഗുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ വീഡിയോ തീരുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.